ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ചെറിയ രസകരമായ കഥയാണ്. കഥയുടെ പേര് ദാറ്റ് സ്കേറി നൈറ്റ്. ഫസ്റ്റ് പോയിന്റ്, ഒരു രാത്രി അമ്മയും മകളും വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഒരു രാത്രി, നമുക്ക് പറയാം വൺ നൈറ്റ്. അമ്മയും മകളും, മദർ ആൻഡ് ഡോട്ടർ. വീട് നമുക്ക് ഹൗസ്, ഹോം എന്ന് പറയാം. ഉറങ്ങുക എന്ന് വെച്ചാൽ എന്താ, സ്ലീപ്പ്. അപ്പോൾ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴും മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്, പണ്ടത്തെ കാര്യമാണ് പറയണത്. പക്ഷേ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ കാര്യമാണെങ്കിലും അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അവിടെ ഉറങ്ങുക, ആ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഒരു രാത്രി, വൺ നൈറ്റ്. ഇനി എന്താ നമ്മൾ എഴുതേണ്ടത്? അമ്മയും മകളും വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എഴുതാം വൺ നൈറ്റ് ദ മദർ ആൻഡ് ഡോട്ടർ. സ്പെല്ലിംഗ് നിങ്ങൾ നോക്കി വെച്ചോ, ചിലപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണേ. അപ്പം വൺ നൈറ്റ് ദ മദർ ആൻഡ് ഡോട്ടർ. ഇനി എന്താ നമ്മൾ എഴുതാൻ പോണത്? അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളിവിടെ വെയർ യൂസ് ചെയ്തു. കാര്യം എന്താ? ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വെയർ യൂസ് ചെയ്തു. കാര്യം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ചിലവർ വിചാരിക്കും നമ്മൾ ആയിരുന്നു എന്നുള്ളത് വാസ് യൂസ് ചെയ്തിട്ടല്ലേ എഴുതേണ്ടത്. അങ്ങനെയില്ല. ആയിരുന്നു എന്നുള്ളത് നമുക്ക് വാസ് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് വേറിന് പകരം വാസ് യൂസ് ചെയ്യാമായിരുന്നു. സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു മദർ മാത്രമാണെങ്കിൽ നമുക്ക് വാസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡോട്ടർ മാത്രമാണെങ്കിൽ നമുക്ക് വാസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സിംഗുലാർ സബ്ജക്റ്റ്, ഇപ്പം ഹിയോ ഷിയോ ഒക്കെ. പക്ഷേ ഇവിടെ രണ്ട് പേര് ഒന്നിച്ചുണ്ട്, മദർ ആൻഡ് ഡോട്ടർ. അപ്പോൾ ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. സബ്ജക്ട്സ് മദറും ഡോട്ടറും ഉണ്ട്. അപ്പോൾ രണ്ട് പേരില്ലേ, അപ്പോൾ രണ്ട് പേരാകുമ്പോൾ ഒരു പ്ലൂറലാണത്. അപ്പം ഇങ്ങനെയുള്ള അടുത്ത് നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. വാസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. എന്ന് പറയുമ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ എന്ന് പറയുന്നത് എന്തിൻ്റെ പാസ്റ്റ് ഫോമാണ്? അത് ഓൾറെഡി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. എന്ന് പറയുന്നത് ആറിൻ്റെ പാസ്റ്റ് ഫോമാണ്. ആറെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം അല്ലേ. അപ്പോൾ ആറിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കുമ്പോൾ നമ്മൾ വേറാണ് എഴുതുന്നത്. അപ്പം പിന്നെന്താ നമ്മൾ എഴുതാൻ ഉദ്ദേശിച്ചത്? വൺ നൈറ്റ് ദ മദർ ആൻഡ് ഡോട്ടർ വെയർ സ്ലീപ്പിംഗ്. അപ്പോൾ നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നൊരു വെർബാണ്. അപ്പോൾ നമ്മൾ സ്ലീപ്പിനെ നമുക്ക് ING ഫോം യൂസ് ചെയ്ത് സ്ലീപ്പിംഗ് എന്നാക്കാം. അപ്പം വൺ നൈറ്റ് ദ മദർ ആൻഡ് ഡോട്ടർ വെയർ സ്ലീപ്പിംഗ്. എവിടെയാ? അറ്റ് ഹോം. വൺ നൈറ്റ് ദ മദർ ആൻഡ് ഡോട്ടർ വെയർ സ്ലീപ്പിംഗ് അറ്റ് ഹോം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തുകൊണ്ട് ഞാൻ സ്ലീപ്പിൻ്റെ കൂടെ ING ചേർത്തു? അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡൗട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമ്മൾ അതിനൊരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഈസ് ഓർ ആം. ഞാൻ പറയാം, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല. നമ്മളൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, സബ്ജക്റ്റ് കുറച്ച് മുകളിൽ എഴുതാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം നമ്മൾ പഠിച്ചിട്ടില്ലേ. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. അപ്പം ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസിന് പകരം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ചേഞ്ച് വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പം ഈ ING എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സെൻറ്റൻസിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ കൂടെ ചേർക്കുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചറേ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ലീപ്പിൻ്റെ കൂടെ ING ഫോം യൂസ് ചെയ്തത്. ഞാൻ ഈ ഒരു ഇത് എഴുതിയത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. ഞാനത് റബ്ബ് ചെയ്ത് കളയാം. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? വൺ നൈറ്റ് ദ മദർ ആൻഡ് ഡോട്ടർ വെയർ സ്ലീപ്പിംഗ് അറ്റ് ഹോം. ഒരു രാത്രി അമ്മയും മകളും വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എപ്പോഴും ഓർക്കുക നമ്മൾ എഴുതുന്നത് പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് മകൾ എഴുന്നേറ്റ് പറഞ്ഞു, അമ്മേ ജനൽ തുറന്നിരിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പെട്ടെന്ന്
പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് സഡൻലി എന്ന് ഇവിടെ എഴുതാം. മകൾ എഴുന്നേൽക്കുക, എഴുന്നേറ്റു, ഇവിടെ എഴുന്നേറ്റു എന്നാണ്. അപ്പോൾ എഴുന്നേൽക്കുകയുടെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എഴുന്നേൽക്കുക എന്ന് വെച്ചാൽ നമുക്ക് പറയാം വേക്കപ്പ്. അപ്പം ഇവിടെ എഴുന്നേറ്റു എന്നാണ്. അപ്പം നമ്മൾ വേക്ക് അപ്പിനെ നമുക്ക് പാസ്റ്റ് ഫോം ആക്കാം. വേക്കിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പം എഴുന്നേറ്റു പറഞ്ഞു. അപ്പോൾ പറയുക എന്ന് വെച്ചാൽ എന്താ, സേ. അപ്പം പറഞ്ഞു എന്നുള്ളത് നമുക്ക് സേയും പാസ്റ്റ് ഫോം ആക്കി എഴുതാം. ജനൽ തുറന്നിരിക്കുന്നു. ജനൽ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പറയാം, വിൻഡോ. തുറന്നിരിക്കുക, തുറന്നിരിക്കുക എന്ന് വെച്ചാൽ ഓപ്പൺ നമുക്ക് പറയാം. അപ്പം എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. പെട്ടെന്ന് മകൾ എഴുന്നേറ്റ് പറഞ്ഞു, അമ്മേ ജനൽ തുറന്നിരിക്കുന്നു. നമുക്ക് എങ്ങനെ എഴുതാം, പെട്ടെന്ന് നമുക്ക് സഡൻലി എന്ന് എഴുതാം. സഡൻലി ദ ഡോട്ടർ അപ്പം എഴുന്നേൽക്കുക, എഴുന്നേൽക്കുകയ്ക്ക് നമ്മൾ ഇംഗ്ലീഷ് ഓൾറെഡി പറഞ്ഞു വേക്കപ്പ്. അപ്പോൾ നമ്മൾ വേക്കിനെ പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. വേക്കിൻ്റെ പാസ്റ്റ് ഫോം എന്താ, വോക്ക്. അപ്പം സഡൻലി ദ ഡോട്ടർ വോക്കപ്പ്, വേക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് വോക്ക്. നമ്മളിവിടെ വോക്കപ്പ് എന്ന് എഴുതി. അപ്പം പിന്നെ വേറൊരു കാര്യം, ഈ വേക്കിന് 3 ഫോംസ് ഉണ്ട്. അപ്പം അത് ഞാൻ ലാസ്റ്റ് എഴുതാം, അപ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവും. വോക്കപ്പ് ആൻഡ് സെയ്ഡ്. എന്താ പറഞ്ഞത്, കാണുന്ന രീതിയിൽ വെക്കാം. വോക്കപ്പ് ആൻഡ് സെയ്ഡ്, കോമേറ്റോ, മോം ദ വിൻഡോ ഈസ് ഓപ്പൺ. ദ വിൻഡോ ഈസ് ഓപ്പൺ, വിൻഡോ തുറന്നിരിക്കുന്നു, ജനൽ തുറന്നിരിക്കുന്നു. അപ്പം പെട്ടെന്ന് മകൾ എഴുന്നേറ്റ് പറഞ്ഞതാണ് ജനൽ തുറന്നിരിക്കുന്നു. വിൻഡോ ഈസ് ഓപ്പൺ. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്, പെട്ടെന്ന് മകൾ എഴുന്നേറ്റ് പറഞ്ഞു, അമ്മേ ജനൽ തുറന്നിരിക്കുന്നു. സഡൻലി ദ ഡോട്ടർ വോക്കപ്പ് ആൻഡ് സെയ്ഡ് മോം ദ വിൻഡോ ഈസ് ഓപ്പൺ. നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. സഡൻലി ദ ഡോട്ടർ വോക്കപ്പ് ആൻഡ് സെയ്ഡ് മോം ദ വിൻഡോ ഈസ് ഓപ്പൺ. പെട്ടെന്ന് മകൾ എഴുന്നേറ്റ് പറഞ്ഞു, അമ്മേ ജനൽ തുറന്നിരിക്കുന്നു. അപ്പം നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചേഞ്ചൊക്കെ വരുത്തിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ വേക്കിനെ പാസ്റ്റ് ഫോം ആക്കി വോക്കാക്കി. പിന്നെ നമ്മൾ നമ്മൾ ഈ സേയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പം സേയുടെ പാസ്റ്റ് ഫോം നമ്മൾ എഴുതി സെയ്ഡ്, പറഞ്ഞു, പറയുക എന്ന് വെച്ചാൽ സേ. അപ്പം പറഞ്ഞു എന്നുള്ളത് നമ്മൾ സെയ്ഡ് എഴുതി. നമ്മളെന്താ SAID എന്ന് എഴുതി സെയ്ഡ്. പിന്നെ ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതാം. എന്തൊക്കെയാ ഞാൻ പറഞ്ഞില്ലേ, വേക്കിന് 3 ഫോംസ് ഉണ്ട്. വേക്ക്, വോക്ക്, വോക്കൺ. 3 ഫോംസ് ആണ്. വേക്ക്, വോക്ക്, വോക്കൺ. ഞാൻ ജനൽ അടച്ചതായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, ഞാൻ ജനൽ വിൻഡോ. അപ്പോൾ അടയ്ക്കുകയ്ക്ക് നമ്മൾ എങ്ങനെയാണ് പറയണേ, ക്ലോസ്. അപ്പോൾ ഇവിടെ അടച്ചതായിരുന്നു, അപ്പോൾ നമ്മൾ ക്ലോസിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. എന്ന് അമ്മ പറഞ്ഞു. പറയുക എന്ന് വെച്ചാൽ എന്താ, സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നായതുകൊണ്ട് നമ്മൾ സേയെ നമുക്ക് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒന്ന് ചെയ്താൽ നോക്കാം. ഞാൻ ജനൽ അടച്ചതായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ദ മദർ. ഇപ്പം പറയുക എന്ന് വെച്ചാൽ സേ. അപ്പോൾ പറഞ്ഞു എന്നായതുകൊണ്ട് നമ്മൾ സേയുടെ പാസ്റ്റ് ഫോം എഴുതുന്നു, സെയ്ഡ്. ദ മദർ സെയ്ഡ്. എന്താണ് പറഞ്ഞത്, ഞാൻ ജനൽ അടച്ചതായിരുന്നു. അപ്പം നമ്മളിവിടെ ഐയുടെ കൂടെ എന്താ യൂസ് ചെയ്യാൻ പോണേ, ഹാഡ്. ഐ ഹാഡ്. അപ്പം അടയ്ക്കുക എന്ന് വെച്ചാൽ ക്ലോസ്. അപ്പം ക്ലോസിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കുന്നു, CLOSED, ക്ലോസ്ഡ് ആക്കുന്നു. അപ്പം ക്ലോസിൻ്റെ പാസ്റ്റ് ഫോം നമ്മൾ എഴുതി ക്ലോസ്ഡ്. ഐ ഹാഡ് ക്ലോസ്ഡ് ദ വിൻഡോ. ഞാൻ ജനൽ അടച്ചതായിരുന്നു. അപ്പം ഐ ഹാഡ് ക്ലോസ്ഡ് ദ വിൻഡോ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹാഡ് യൂസ് ചെയ്യാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ആക്ഷൻ ഉണ്ട്. ഒരെണ്ണം ഞാൻ ജനൽ അടച്ചത്, വേറൊരെണ്ണം അമ്മ പറഞ്ഞു. അപ്പം ആദ്യം നടന്ന ആക്ഷൻ ഏതാ, ആദ്യം നടന്ന ആക്ഷൻ ജനൽ അടച്ചു. അമ്മ പറയുന്നതിന് മുമ്പ് തന്നെ ജനൽ അടച്ചു, അതാണ് ഫസ്റ്റ് നടന്ന ആക്ഷൻ. അപ്പം ഓർത്തിരിക്കുക, എപ്പോഴും നമ്മൾ ചെയ്യണ കാര്യത്തിന് മുമ്പ് അതിലും മുമ്പൊരു കാര്യം നടന്ന് അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നമുക്ക് ഹാഡ് പ്ലസ് നമുക്ക് വെർബിൻ്റെ 3rd ഫോം യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പം ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഹാഡ് പ്ലസ് ഇതൊരു വെർബല്ലേ, ക്ലോസ്. ആ വെർബിൻ്റെ 3rd ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 3 ഫോംസ് ഉണ്ടെന്ന്. എന്തൊക്കെയാണ് ഈ വെർബിന്, ഇപ്പോൾ എന്തൊക്കെയാണ്, ഇപ്പം ഒരു
ഇപ്പോൾ ക്ലോസ് ആണെങ്കിൽ ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ് തന്നെ. അപ്പോൾ അതുപോലെ ഇപ്പം ഒരു ടേക്ക് ആണെങ്കിൽ ടേക്ക് ആണെങ്കിൽ അതിൻ്റെ 3 ഫോംസ് ആകുമ്പോൾ ടേക്ക്, ടു, ടേക്കൺ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേർഡ് ഫോമാണ് എഴുതേണ്ടത്. ഇങ്ങനെയുള്ള സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഞാൻ ജനൽ അടച്ചത് അതൊരു ആക്ഷൻ, അമ്മ പറഞ്ഞു അത് വേറൊരു ആക്ഷൻ. അപ്പോൾ ഈ അമ്മ പറയുന്നതിന് മുമ്പ് വരുന്ന കാര്യമല്ലേ ജനൽ അടച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിലാണ് നമ്മൾ ഹാഡും യൂസ് ചെയ്യണം. വെർബിൻ്റെ കൂടെ നമുക്ക് വെർബിൻ്റെ തേർഡ് ഫോം എഴുതണം. അപ്പം തേർഡ് ഫോം ഇവിടെ സെക്കൻഡ് തേർഡ് ഫോമും സെയിം തന്നെയാണ് ക്ലോസിൻ്റെ. പക്ഷേ ചിലയിടത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ടേക്ക് ആണെങ്കിൽ ടേക്ക്, ടു, ടേക്കൺ. അപ്പോൾ അങ്ങനെ ചിലയിടത്ത് ഡിഫറൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് ആണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെർബിൻ്റെ തേർഡ് ഫോം എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പോയിൻറ്റ്, അമ്മ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അവൾ മേശപ്പുറത്ത് ഒരു കുറിപ്പ് കണ്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം അമ്മ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, വെൻ ദ മദർ സ്വിച്ച്ഡ് ഓൺ ദ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ. അപ്പം സ്വിച്ച്ഡ് ഓൺ ദ ലൈറ്റ്, അവൾ മേശപ്പുറത്തൊരു കുറിപ്പ് കണ്ടു. അപ്പം എന്താ നമ്മൾ പറയാം, ഷീ സാ എ നോട്ട് ഓൺ ദ ടേബിൾ, മേശപ്പുറത്തൊരു കുറിപ്പ് കണ്ടു എന്നല്ലേ. അപ്പോൾ നമുക്ക് ഓൺ ദ ടേബിളിന് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫുൾ സെൻറ്റൻസ്, അമ്മ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അവൾ മേശപ്പുറത്തൊരു കുറിപ്പ് കണ്ടു. അപ്പോൾ എങ്ങനെ എഴുതാം, വെൻ ദ മദർ ഇവിടെ എഴുതാം, സ്വിച്ച്ഡ് ഇവിടെ എഴുതാം, സ്വിച്ച്ഡ് ഇവിടെ എഴുതാൻ നിങ്ങൾക്ക് കാണുന്നില്ല. അപ്പം ഇവിടെ എഴുതാം സ്വിച്ച്ഡ്. വെൻ ദ മദർ സ്വിച്ച്ഡ് ഓൺ ദ ലൈറ്റ് ഷീ സാ. അപ്പം കാണുക എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സീ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കണ്ടു എന്നാണ്ട് സീയുടെ പാസ്റ്റ് ഫോം യൂസ് ചെയ്തു. ഷീ സാ എ നോട്ട് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത്. അപ്പം നമുക്ക് ഓൺ ദ ടേബിളിന് എഴുതാം, ഓൺ ദ ടേബിൾ. നമ്മളെങ്ങനെ എഴുതി നോക്കാം. അമ്മ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അവൾ മേശപ്പുറത്തൊരു കുറിപ്പ് കണ്ടു. വെൻ ദ മദർ സ്വിച്ച്ഡ് ഓൺ ദ ലൈറ്റ് ഷീ സാ എ നോട്ട് ഓൺ ദ ടേബിൾ. വെൻ ദ മദർ സ്വിച്ച്ഡ് ഓൺ ദ ലൈറ്റ് ഷീ സാ എ നോട്ട് ഓൺ ദ ടേബിൾ. അപ്പം നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്, നമ്മളിവിടെ സ്വിച്ചിനെ സ്വിച്ച്ഡ് ആക്കി, സ്വിച്ച്ഡ് ഓൺ ദ ലൈറ്റ്. പിന്നെ ഷീ സാ എ നോട്ട് ഓൺ ദ ടേബിൾ. അപ്പം നമ്മൾ സി എന്ന് കാണുക എന്ന് വെച്ചാൽ സി ആണ്. അപ്പം നമ്മൾ അതിനെ പാസ്റ്റ് ഫോമിലേക്ക് സായാക്കി മാറ്റി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കുറിപ്പിൽ എഴുതിയിരുന്നത് ജനൽ ഞാൻ അടച്ചു മഴ കയറാതിരിക്കാൻ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം കുറിപ്പിൽ എഴുതിയിരുന്നത്, അപ്പം നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ് വാസ് റിട്ടൺ ഓൺ ദ നോട്ട്, ജനൽ ഞാൻ അടച്ചു, ഐ ക്ലോസ് ദ വിൻഡോ, അടയ്ക്കുക എന്ന് വെച്ചാൽ ക്ലോസ്. ഇപ്പോൾ അടച്ചു എന്നായിട്ട് ഞാൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞു. ജനൽ ഞാൻ അടച്ചു, ഐ ക്ലോസ് ദ വിൻഡോ. മഴ കയറാതിരിക്കാൻ, എന്തുകൊണ്ടാണ്, റെയിൻ വുഡിൻ ഗെറ്റ് ഇൻസൈഡ്, മഴ കയറാതിരിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. കുറിപ്പിൽ എഴുതിയിരുന്നത് ജനൽ ഞാൻ അടച്ചു മഴ കയറാതിരിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ദ നോട്ട്. നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് വാസ് റിട്ടൺ ഇൻ ദ നോട്ട്. എന്താ എഴുതിയേക്കാന്നെ, ജനൽ ഞാൻ അടച്ചു. അപ്പം അടയ്ക്കുക എന്ന് വെച്ചാൽ ക്ലോസ് എന്നാണ്. അപ്പം അടച്ചു എന്നാണ് നമ്മൾ പാസ്റ്റ് ഫോം എഴുതുന്നു, ക്ലോസ്ഡ്. അപ്പം പാസ്റ്റ് ഫോമായി, ക്ലോസ്ഡിൻ്റെ പാസ്റ്റ് ഫോമാണ് ക്ലോസ്ഡ്. ഐ ക്ലോസ് ദ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ വെച്ചു, ഐ ക്ലോസ് ദ വിൻഡോ. എന്തുകൊണ്ടാണ്, മഴ കയറാതിരിക്കാൻ. അപ്പം സോ ദാറ്റ്, നമുക്ക് സോ ദാറ്റ് എഴുതി, സോ ദാറ്റ് the rain wouldn't get inside.
സോ ദാറ്റ് ദ റെയിൻ വുഡിൻ ഗെറ്റ് ഇൻസൈഡ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഐ ക്ലോസ് ദ വിൻഡോ. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ദ നോട്ട് ഐ ക്ലോസ് ദ വിൻഡോ സോ ദാറ്റ് റെയിൻ വുഡിൻ ഗെറ്റ് ഇൻസൈഡ്. സോ ദാറ്റ് റെയിൻ വുഡിൻ ഗെറ്റ് ഇൻസൈഡ്. അപ്പം നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? കുറിപ്പിൽ എഴുതിയിരുന്നത് ജനൽ ഞാൻ അടച്ചു മഴ കയറാതിരിക്കാൻ. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ദ നോട്ട് ഐ ക്ലോസ് ദ വിൻഡോ സോ ദാറ്റ് ദ റെയിൻ വുഡിൻ ഗെറ്റ് ഇൻസൈഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് ഇന്നത്തെ കഥയുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അത് അവളുടെ അച്ഛൻ്റെ കുറിപ്പായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഇറ്റ് വാസ് ഹർ ഫാദേഴ്സ് നോട്ട്. അത് അവളുടെ അച്ഛൻ്റെ കുറിപ്പായിരുന്നു. ഇറ്റ് വാസ് ഹർ ഫാദേഴ്സ് നോട്ട്. അത് അവളുടെ അച്ഛൻ്റെ കുറിപ്പായിരുന്നു. അപ്പം ഇന്നത്തെ കഥ കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.